കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവിന്റെ സൂചന ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കിഫ്ബി പദ്ധതികളിലൂടെ വരുമാനം ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നത്. കിഫ്ബിയെ വരുമാനമുള്ള സ്ഥാപനമായി വളർത്താൻ കൂടുതൽ പഠനം നടത്തുമെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2016-17 മുതൽ 2021 വരെ കിഫ്ബി പദ്ധതികൾക്കായി 5 വർഷം കൊണ്ട് 10,500 കോടി രൂപ ചിലവഴിച്ചു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ 3 വർഷം കൊണ്ട് തന്നെ കിഫ്ബി പദ്ധതികൾക്കായിട്ട് 22,298 കോടി രൂപയാണ് നാളിതുവരെ ചെലവഴിച്ചത്. കിഫ്ബി റവന്യൂ ജനറേറ്റിംഗ് മോഡൽ. സർ, കിഫ്ബി രൂപീകരിച്ച വേളയിൽ തന്നെ റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കണമെന്ന് വിലയിരുത്തിയിരുന്നു. കിഫ്ബിയുടെ പ്രവർത്തന മൂലധനത്തിൻ്റെ ഒരു ഭാഗം സർക്കാരിൽ നിന്ന് ബജറ്റ് വിഹിതമായി ലഭിക്കുന്നുണ്ടെങ്കിലും വലിയൊരു ഭാഗം തുക കടമെടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ റവന്യൂ ജനറേറ്റിംഗ് ആയ പദ്ധതികൾ കൂടുതൽ ഏറ്റെടുക്കുന്നതിനും കിഫ്ബിയെ വരുമാനമുള്ള സ്ഥാപനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കൂടുതൽ പരിശ്രമങ്ങളും പഠനങ്ങളും സർക്കാർ നടത്തും. കിഫ്ബിയെ വരുമാനമുള്ള സ്ഥാപനമായി വളർത്താൻ കൂടുതൽ പഠനം നടത്തുമെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കുന്നപ്പോൾ കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവ് എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിൻ്റെ ഒരു പരോക്ഷ സൂചനയാണ് ഈ ബജറ്റ് പരാമർശമെന്നാണ് വിലയിരുത്തൽ. അതേസമയം കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര അവഗണന എന്ന വിമർശനവുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ഭരണഘടനാപരമായ അവകാശങ്ങൾ കേന്ദ്രം ഇല്ലാതാക്കുന്നു, കടമെടുക്കാനുള്ള സർക്കാരിന്റെ അവകാശത്തെയും കേന്ദ്രം ബുദ്ധിമുട്ടിക്കുകയാണ്, ധനകമ്മീഷൻ വിഹിതത്തിൽ തുടർച്ചയായി കുറവ് വരുത്തിയിട്ടുണ്ട് എന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു. ധനസ്ഥിതിയിലെ പുരോഗതി. സർ, സംസ്ഥാനം നേരിട്ട ധനഞ്ഞെരുക്കത്തിന് കാരണമെന്താണ്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ കേന്ദ്ര അവഗണനയാണ്. കേന്ദ്ര അവഗണന പൊടുന്നനെ ഈ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതൊന്നുമല്ല. കേരളത്തിൽ നിന്നടക്കം കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതി പണത്തിലെ നമ്മുടെ വിഹിതം കുറയാൻ ആരംഭിച്ചിട്ട് 1/4 നൂറ്റാണ്ടായി. 10ാം ധനകാര്യ കമ്മീഷൻ കാലത്ത് 3.88% 15ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ 1.92% കേന്ദ്ര ധനകമ്മീഷൻ പ്രാദേശിക സർക്കാരുകൾക്ക് അനുവദിക്കുന്ന ഗ്രാൻറ്റിൻ്റെ കാര്യത്തിലും കേരളത്തിൻ്റെ ഓഹരി തുടർച്ചയായി കുറയുകയാണ്. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാര്യത്തിൽ കേരളമാണ് ഒന്നാമതെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ പദ്ധതി വെട്ടിക്കുറിക്കുകയാണ് ചെയ്യുന്നത്. 12ാം ധനകാര്യ കമ്മീഷൻ കാലത്ത് കേരളത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിഹിതം 4.54% 15ാം ധനകാര്യ കമ്മീഷനായപ്പോൾ അത് 2.68% കുറഞ്ഞു. സംസ്ഥാനത്തിന്റെ തനതു നികുതി വരുമാനം വർദ്ധിച്ചെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. മുൻകാല ബാധ്യതകൾ വലിയ രീതിയിൽ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സംസ്ഥാനത്ത് ചെലവ് കുറച്ചിട്ടില്ല എന്നും ധനമന്ത്രി പറഞ്ഞു. സർ, തനത് നികുതി വരുമാനം വർദ്ധിപ്പിച്ചിട്ടും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയും മറ്റ് ചെലവുകൾ മുൻഗണനാക്രമത്തിൽ നിർവഹിച്ചും നാം പിടിച്ചു നിൽക്കുകയാണ്. 21-22 സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം SOTR 47,660 കോടി രൂപ ആയിരുന്നത് 24-25 സാമ്പത്തിക വർഷം കഴിയുമ്പോഴേക്കും 81,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിയും. 4 വർഷം കൊണ്ട് 70% വർധനമാണ് ഉണ്ടാവുക. കേരളത്തിൻ്റെ തനത് വരുമാനം നികുതിയും നികുതിയേതരവും 54,988 കോടിയിൽ നിന്നും 1,03,240 കോടിയായി വർദ്ധിക്കുകയാണ്. സർ, സംസ്ഥാനത്തിൻ്റെ കേന്ദ്ര വിഭവ കൈമാറ്റത്തിൽ നിന്നും വർഷം 50,000 കോടി രൂപയിലധികം വെട്ടിക്കുറവ് വരുത്തിയിട്ടും നമ്മുടെ ചെലവ് വർദ്ധിപ്പിക്കാനായത് തനത് വരുമാനത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞ വർധനവിലൂടെയാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. മുണ്ടക്കൈ പുനരധിവാസം സമയബന്ധിതമായി നടപ്പാക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. പുനരധിവാസത്തിന് 750 കോടി ബജറ്റിൽ പ്രഖ്യാപിച്ചു. പുനരധിവാസത്തിന് കേന്ദ്രം യാതൊരു സഹായവും നൽകിയിട്ടില്ലെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി. 2025-26 കേന്ദ്ര ബജറ്റിലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം യാതൊരു സഹായവും അനുവദിച്ചിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളോട് കാണിച്ച നീതി സർക്കാർ ഇക്കാര്യത്തിൽ കേരളത്തോട് പുലർത്തും എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ പ്രതീക്ഷ. സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. സർ, ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി സർക്കാർ പറയുന്ന കാര്യം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണ്. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഇതിനായി ആദ്യഘട്ടത്തിൽ 750 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നു.